കുടിക്കാൻ ശുദ്ധമായ വെള്ളമില്ല, പാലില്ല. പാലിന് പകരം കഴിക്കേണ്ട സപ്ലിമെന്റ്സ് ഒന്നും തന്നെയില്ല. ഒരു നേരത്തെ വിശപ്പകറ്റാൻ പോലും ഭക്ഷണമില്ല. ജീവൻ നിലനിർത്തുന്നത് മലിനമായ വെള്ളം കുടിച്ചും വല്ലപ്പോഴും കിട്ടുന്ന അരവയർ ഭക്ഷണം കൊണ്ടുമാണ്. കൂടുതൽ മുഖവരുകളില്ലാതെ തന്നെ പറയുന്നത് ആരെക്കുറിച്ചാണെന്നത് ലോകത്തിന് മുഴുവൻ വ്യക്തമാണ്. പക്ഷെ അവരെക്കുറിച്ച് ഓർക്കാനും പറയാനും നമുക്കെവിടെ സമയം? ഒരു രാജ്യത്തെ മുഴുവൻ കുട്ടികളും ഭക്ഷണം കിട്ടാതെ പോഷകാഹാരക്കുറവ് മൂലം മരണത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും അതൊന്നോർത്ത് നെടുവീർപ്പിടാൻ പോലും സമയമില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഒരൊറ്റ മിനിറ്റെങ്കിലും മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി വെറുതെ ഗസ ചൈൽഡ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഉള്ള ഒരു കുഞ്ഞിൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയമൊന്ന് പിടക്കും. നിങ്ങളിൽ മനുഷ്യത്വം ഇനിയും ശേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ണൊന്ന് നിറയും. നമ്മൾ വെറുതെ വെക്കുന്ന ഓരോ സോഷ്യൽ മീഡിയ സ്റ്റോറി പോലും ആ കുട്ടികളോടുള്ള ഐക്യദാർഢ്യമാണെന്ന് ഓർക്കണം. അത്രയെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ഉപരോധം കാരണം പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ കൂടുതൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുമായി ഐക്യരാഷ്ട്രസഭ തന്നെ രംഗത്ത് വന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗസയിലെ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ പോഷകാഹാരക്കുറവിൻ്റെ ഇരകളാണെന്ന് UN മുന്നറിയിപ്പ് നൽകുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യപരിപാടിയുടെ കണക്കനുസരിച്ച് ഈ പ്രായത്തിലുള്ള ഏകദേശം 3,20,000 കുട്ടികൾ പോഷകാഹാരക്കുറവിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ലഭിക്കേണ്ട ശുദ്ധമായ വെള്ളം, മുലപ്പാലിന് പകരമുള്ള ഭക്ഷണങ്ങൾ, ചികിത്സാപരമായ ഭക്ഷണം എന്നിവ ഗസയിൽ ഇപ്പോൾ ലഭ്യമല്ലെന്നും ഐക്യരാഷ്ട്രസഭ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പോഷകാഹാരക്കുറവ് കുട്ടികളുടെ മുഴുവൻ ശരീരത്തെയും ബാധിക്കുന്നുവെന്നും ഇത് അവരുടെ ഒന്നിലധികം അവയവങ്ങളുടെ പരാജയത്തിലേക്ക് നയിക്കുന്നുവെന്നും ശിശുരോഗ വിദഗ്ധ സീമ ജിലാനി അൽ ജസീറയോട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഗസയിലെ പട്ടിണി കുട്ടികൾക്ക് ആഘാതമാണെന്നും അവരുടെ വളർച്ച നഷ്ടപ്പെടുമെന്നും അവർ പറയുന്നു. ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ക്ഷാമവും പോഷകാഹാരക്കുറവും മൂലം 6 പുതിയ മരണങ്ങൾ ഗസയിലെ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം പട്ടിണിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരിച്ചവരുടെ ആകെ എണ്ണം ഇപ്പോൾ 181 ഉയർന്നിട്ടുണ്ട്. ഇതിൽ 94 പേരും കുട്ടികളാണ്. അണുബാധയുടെയും കടുത്ത പോഷകാഹാരക്കുറവിൻ്റെയും ഫലമായി കുട്ടികളിൽ അക്യൂട്ട് സോഫ്റ്റ് പക്ഷാഘാതം ഉണ്ടാകുന്ന കേസുകളിൽ ഗുരുതരമായ വർധന ഉണ്ടാകുന്നുവെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശരീരത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും പെട്ടെന്ന് മരവിപ്പും പേശിബലഹീനതയും ഉണ്ടാകുന്ന അപൂർവ രോഗമായ ഗില്ലിൻ ബാരെ സിൻഡ്രോം മൂലം ഇതുവരെ 3 മരണങ്ങൾ ഗസയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഗസയിലെ സ്ഥിതി വിനാശകരമാണെന്ന് സേവ് ദി ചിൽഡ്രൻ ഇന്റർനാഷണലിന്റെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ അഹമ്മദ് അൽ ഹന്ദവി പറയുന്നു. കടുത്ത പോഷകാഹാരക്കുറവിൻ്റെയും പട്ടിണിയുടെയും അവസ്ഥയിൽ നിന്ന് തിരിച്ചുവരാൻ ഭക്ഷണത്തിൻ്റെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും ഭക്ഷണ പദാർത്ഥങ്ങളുടെയും നിരന്തരമായ വിതരണം കുട്ടികൾക്ക് ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം 22,000-ലധികം മാനുഷിക സഹായ ട്രക്കുകൾ പ്രദേശത്ത് പ്രവേശിക്കുന്നത് ഇസ്രായേൽ മനഃപൂർവ്വം തടയുകയാണെന്ന് ഗസ സർക്കാർ പറയുന്നു. മാർച്ച് 2 മുതൽ പലസ്തീൻ പ്രദേശം പൂർണ്ണമായും ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്.